അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 10/1/2025 അൽ വഫാഉ ലിസ്സൗജ എന്ന ശീർഷകത്തിൽ സഹധർമ്മിണിയോടൊപ്പം ചേർന്നു നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. നമ്മുടെ പത്നിമാർ നമുക്കേറെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ അരുമ സന്താനങ്ങളുടെ മാതാക്കൾ. അവരാണ് പുതിയ തലമുറയെ പരിപാലിച്ചു വരുന്നത്. അവർ വീടിൻ്റെ വെളിച്ചവും നടും തൂണുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കേന്ദ്രങ്ങളായിട്ടാണ് അവരെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നു തന്നെ അവൻ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിക്കുക എന്നത്. അവരിൽ നിങ്ങൾ ശാന്തി അടയാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ആക്കിയിരിക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് ഏറെ പരിഗണന കൊടുക്കണം. അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. അവരോടുള്ള എല്ലാ കടപ്പാടുകളും അവർ നിർവഹിക്കണം. ബലവത്തായ അള്ളാഹുവിൻ്റെ ഉടമ്പടിയിൽ മേലാണ് നാം അവരെ വിവാഹം ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള. അവർ നിങ്ങളിൽ നിന്നും ബലവത്തായ കരാറാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭാര്യയോട് സ്നേഹമിശ്രിതമായ പെരുമാറ്റമാകണം ഭർത്താവിൻ്റെ. അത് നമ്മുടെ മതപരമായ ബാധ്യത കൂടിയാണ്. മാന്യന്മാർ അങ്ങനെയാകും. അവർ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിൽ അനുധാവനം ചെയ്യാൻ പറ്റുന്ന മാതൃകയാണ്. ഭാര്യമാരോടുള്ള എല്ലാ ബാധ്യതകളും വീട്ടിയിരുന്നവർ, അവരോട് പ്രത്യേകം സ്നേഹമായി ത്തോടുകൂടെ പെരുമാറി എല്ലാ പരിഗണനയും അവർക്ക് നൽകിയിരുന്നവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു ഭർത്താവായ വിശ്വാസിയും അവൻ്റെ ഭാര്യയെ കോപിപ്പിക്കരുത്. അവളിൽ നിന്ന് അനിഷ്ടമായ ഒന്നു കണ്ടാൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങൾ വേറെ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരുന്നു. അത് അവരോട് തന്നെ പറയുകയും ചെയ്യും. ഒരിക്കൽ തിരുദൂതരോട് ചോദിക്കപ്പെട്ടു, മൻ അഹബ്ബുന്നാസി ഇലൈക്, നബിയെ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷത്തു, അത് മഹദി എൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നാം തിരുനബി അല്ലേ ഇതിൽ മാതൃകയാക്കേണ്ടത്? നമ്മുടെ ഭാര്യമാരോട്, പത്നിമാരോട് നാം ഏറ്റവും നന്നായി പെരുമാറണ്ടേ? അവരുടെ മനസ്സിനെ നാം എപ്പോഴും സന്തോഷിപ്പിക്കണം. അവരോട് നാം നല്ല വർത്തമാനങ്ങൾ പറയണം. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കണം. അത് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പെരുമാറുക എന്ന് അള്ളാഹു കൽപ്പിച്ചതിൻ്റെ ഭാഗം കൂടിയാണ്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നന്നായി പെരുമാറണം. ഭർത്താവ് ഭാര്യയ്ക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അവരെ പ്രയാസപ്പെടുത്തരുത്, കഷ്ടപ്പെടുത്തരുത്, അകറ്റി നിർത്തരുത്. അവർക്ക് ബഹുമാനം കൊടുക്കാതിരിക്കരുത് ഒരിക്കലും. അത് നമ്മുടെ കടമയും കർത്തവ്യവും കൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാവേളയിൽ തങ്ങളോടൊപ്പമുള്ള യാത്രാ സംഘത്തെ മുഴുവൻ നിർത്തുകയാണ്. എന്തിനു വേണ്ടി? അവിടുത്തെ ഭാര്യയുടെ നഷ്ടപ്പെട്ടുപോയ ഒരു ആഭരണം തിരഞ്ഞെടുക്കാൻ വേണ്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ മുട്ടുകാൽ ഒരുക്കി വെച്ച് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഭാര്യയ്ക്ക് അതിൻ്റെ മുകളിൽ ആ മുട്ടുകാലിൽ ചവിട്ടി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ വേണ്ടി. എന്തൊരു മാതൃകാപരമായ പ്രവർത്തനം! നാം എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. ചില ഭർത്താക്കന്മാർ ഭാര്യയ്ക്കൊരു പരിഗണനയും കൊടുക്കുകയില്ല, ഒരു കാര്യവും അവരോട് കൂടി ആലോചിക്കുകയില്ല. നമ്മൾ ചിന്തിക്കണം, അവർ അവരുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഒഴിവാക്കി നമ്മളോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച്
പിന്നെ നാം അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. അത് റബ്ബിനെ കോപിപ്പിക്കലാണ്. ചിലർ ഭാര്യമാരെ വഞ്ചിക്കുന്നവരുണ്ട്. അത് വളരെ ഗുരുതരമായതാണ്. പരസ്ത്രീ ബന്ധം അവർ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിന്റെ താക്കീത് അവർ ഓർക്കണം. വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല. ഖുർആൻ പറയുന്നത് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. അത് ഏറ്റവും മ്ലേച്ഛവും ചീത്ത വഴിയുമാണ്. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വേളകളിൽ, രോഗസമയത്തൊക്കെ പ്രത്യേകം പരിചരണം കൊടുക്കണം. അവർ എത്രയാണ് ഗർഭം ധരിക്കുമ്പോൾ, പ്രസവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. എത്രയെത്ര രാത്രികളാണ് അവർ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട് നിദ്രാവിഹീനകളായിട്ടുള്ളത്. ചില ഭർത്താക്കന്മാർ ഭാര്യ രോഗിയായാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കുകയില്ല. അവരൽപ്പം പ്രായം കൂടിയാൽ അവരെ അവഗണിക്കും. ചിലരെ തൊലാഖ് ചൊല്ലലിലേക്ക് വരെ ഭർത്താക്കന്മാർ തയ്യാറാകാറുണ്ട്. അവർക്ക് ഏറ്റവും പരിചരണവും അവർക്ക് സംരക്ഷണവും വേണ്ടുന്ന കാലഘട്ടത്തിൽ നാം അവരെ അങ്ങനെ അവഗണിക്കുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഒരു മാന്യൻ ഒരിക്കലും അങ്ങനെ പെരുമാറുകയില്ല. ഇത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഭാര്യ രോഗിയായപ്പോൾ അവരുടെ അടുക്കൽ ഇരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഭാര്യയെ ചികിത്സിക്കാനും പരിചരിക്കാനും വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രോത്സാഹിപ്പിച്ചു. അവരോട് കൂടെ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവർക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷ വാർത്ത പറയുകയും കൂടെ ഉണ്ടായി. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ പെട്ടതാണ് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നീതിയോടുകൂടെ പെരുമാറൽ. ചില ഭാര്യമാർക്ക് കൂടുതൽ പരിഗണന അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ പറഞ്ഞല്ലോ, ഫലാ തമീലു കുല്ലൽ മൈൽ ഫതദറുഹാ കൽ മുഅല്ലഖ. നിങ്ങൾ ഒരു ഇണയിലേക്ക് മാത്രം ചാഞ്ഞു പോകരുത്, മറ്റുള്ളവരെ നിങ്ങൾ അവഗണിക്കുന്ന രീതിയിൽ. അത് നീതിയല്ല എന്നല്ല, അത് അനീതിയാണ്, അക്രമമാണ്. അള്ളാഹു വിലക്കിയത് കൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി, അങ്ങനെ പെരുമാറുന്നവൻ യഅ്തി യൗമൽ ഖിയാമത്തി അഹദു ശിഖൈഹി മാഇൽ. കൂടുതൽ ഒന്നിലധികം ഭാര്യമാരുണ്ട്, ചില ഭാര്യമാരോട് മാത്രം താല്പര്യം കാണിച്ചു, ചിലരെ അവഗണിച്ചു. അവർ അന്ത്യനാളിൽ വരുമ്പോൾ അവരുടെ ഒരു ഭാഗം കുഴഞ്ഞവനായി, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞവനായി കൊണ്ടവൻ അന്ത്യനാളിൽ വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നാം നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ബാധ്യതകൾ വീട്ടുന്നതിൽ പെട്ടതാണ് അവൻ അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ തൊലാക്ക് അവർക്കിടയിൽ സംഭവിച്ചു പോയി എങ്കിലും ആ ഭാര്യയെപ്പറ്റി അവൻ നല്ലത് മാത്രം പറയുക എന്നത്. അവരുടെ നന്മകൾ അപ്പോഴും നമ്മൾ പറയണം. വലാ തൻസഉൽ ഫദ്ല ബൈനക്കും. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഇടയിലുള്ള ആ അനുഗ്രഹം നിങ്ങൾ ഒരിക്കലും അത് മറന്നുകളയരുത് എന്ന്. ചില ഭർത്താക്കന്മാർ തൊലാക്ക് ചൊല്ലിപ്പോയാൽ പിന്നെ ആ ഭാര്യയെപ്പറ്റി ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു നടക്കലാണ് അവരുടെ ജോലി. മക്കളെ ഒന്ന് കാണാൻ പോലും അനുവാദം കൊടുക്കുകയില്ല. അവരെ എങ്ങനെയൊക്കെയാണോ ബുദ്ധിമുട്ടിക്കാൻ പറ്റുക എങ്കിൽ ആ നിലക്കൊക്കെ അവരെ പ്രയാസപ്പെടുത്തുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഖുർആൻ പറഞ്ഞല്ലോ, ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്. നിങ്ങൾക്ക് പിരിയേണ്ട സാഹചര്യം അഥവാ വന്നാൽ നിങ്ങളത് മാന്യമായിട്ടാകണം പിരിയേണ്ടത് എന്ന്. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പരിഗണനകൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം. അത് ജീവിതകാലത്ത് മാത്രം നിലനിൽക്കുന്നതല്ല. ഭാര്യ മരണപ്പെട്ടാലും അവളോടുള്ള ആ ബഹുമാനവും ആദരവും നമ്മൾ നിലനിർത്തണം. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അവർ ചെയ്ത നന്മകളൊക്കെ നമ്മൾ ഓർത്തെടുക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി വഫാത്തിന് ശേഷം ഒരിക്കൽ പറയുകയുണ്ടായി. ഉടനെ തിരുനബി പറഞ്ഞു, ഇന്നി ഖദ് റുസുഖ്തു ഹബ്ബഹ. ഞാൻ ഖദീജയുടെ സ്നേഹം എമ്പാടും അനുഭവിച്ചവനാണ്. നബിതങ്ങൾ അവരുടെ നന്മകൾ പറയും. അവിടെ നിന്ന് പറഞ്ഞു, ഖദ് ആമനത്ത് ബി ഇത് കഫറ ബിന്നാസ്.
ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ ബീവി എന്നിൽ വിശ്വസിച്ചു. വസദ്ദഖത്നി ഇദ് കദ്ദബനി നാസ്, ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ബീവി എന്നെ വിശ്വാസിയാക്കി. വവാസത്നി ബിമാലിഹ ഇദ് ഹറമനി നാസ്, ജനങ്ങൾ അവരുടെ സമ്പത്ത് എനിക്ക് തടഞ്ഞപ്പോൾ ബീവി അവരുടെ സമ്പാദ്യം മുഴുവനും എനിക്ക് തന്നു. വറസഖനില്ലാഹു അസ്സ വജല്ല വലദഹ ഇദ് ഹറമനി ഔലാദൻ നിസാ, മറ്റു ഭാര്യമാരിൽ നിന്നും എനിക്ക് സന്താനങ്ങളില്ലാത്തപ്പോൾ ബീവിയിൽ നിന്ന് എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. നബിതങ്ങൾ അവരുടെ കൂട്ടുകാരികളെ പിന്നെയും പരിഗണിച്ചിരുന്നു. വഫാത്തിന് ശേഷം മഹദിയുടെ കൂട്ടുകാരികൾക്ക് അവിടുന്ന് ആടിനറുത്ത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പറയും, ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, ഏറ്റവും മാന്യമായ ഉടമ്പടിയായിരിക്കൽ അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. നാം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യണം, നബിതങ്ങളെ നാം മാതൃകയാക്കണം. ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം. അത് അള്ളാഹു കൽപ്പിച്ചതാണ്. നമ്മുടെ പിതാമഹന്മാരും നമ്മുടെ ഭരണകർത്താക്കളുമൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിലും നമ്മുടെ ഇണകളായി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവർ കാലകാലം താമസിക്കുന്ന സ്വർഗത്തിലായിരിക്കും. അവരും അവരുടെ നന്മ ചെയ്ത പിതാക്കളും അവരുടെ ഇണകളും അവരുടെ സന്താനങ്ങളും. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കൂടിയുള്ള ഇണകളാക്കണമേ, കുടുംബജീവിതം സന്തോഷമുള്ളതാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.